എനിക്ക് അഭിമാനമുണ്ട്. ഇന്നലെയും നമ്മളൊരു ചടങ്ങിൽ പങ്കെടുത്തതാണ്. എൻ്റെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ, ഒരു KSRTCയിലെ ഒരു ജീവനക്കാരൻ്റെ കുടുംബത്തിന് അദ്ദേഹത്തിൻ്റെ അപകട മരണത്തിൻ്റെ ഭാഗമായി 1 കോടി രൂപ KSRTC ജീവനക്കാർ അഭിമാനിക്കണം. വേറെ ഏത് ഡിപ്പാർട്ട്മെൻറ്റുണ്ട് 1 കോടി രൂപ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. ആ കുടുംബത്തിന് ഇനിയും 1,15,00,000 രൂപ. അപ്പോഴത്തന്നെ അവിടെ വെച്ച് നമ്മൾ ഇൻഷുറൻസ് കമ്പനി അപ്പുറം തന്നെ പ്ലേറ്റ് മാറ്റി ഒരു കടലാസ് എഴുതി തന്നു. 8,500 രൂപ അടച്ചാൽ 50 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ ഒരു വീട്ടിൽ 4 പേർക്ക് കൊടുക്കാമെന്നതാണ്. ഇതൊക്കെ കരഞ്ഞാലേ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നെല്ലാവരും മനസ്സിലാക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് കരയുന്നതും ബാധിക്കുന്നത്. അത് നേടിയെടുക്കും. അത് നമ്മൾ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്കാണ്, അല്ലെ അധോഗതിയിലേക്കല്ല. എല്ലാവരുടെയും സഹകരണം, പ്രത്യേകിച്ച് മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ന് അവാർഡ് വാങ്ങുന്ന ഡ്രൈവർമാരെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. KSRTCയിലെ മുഴുവൻ ജീവനക്കാർക്കും ഘട്ടം ഘട്ടമായി ട്രെയിനിങ് നൽകും. ഈ കമ്പനി GS നമുക്ക് വേണ്ടി 2000 പേർക്കാണ് ട്രെയിനിങ് നൽകുന്നത്. എന്താ ട്രെയിനിങ് കൊടുക്കുന്നത് വെച്ചാൽ അപകടരഹിതമായ ഡ്രൈവിംഗ്, ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡ്രൈവിംഗ്. ഇതാണ് നമ്മൾ ട്രെയിൻ ചെയ്യുന്ന ഡ്രൈവർമാരെ ട്രെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ. നല്ല സ്വഭാവ രൂപീകരണം. കണ്ടക്ടർമാർക്ക് ടിക്കറ്റ് മെഷീനുമായി കൂടുതൽ പരിചയപ്പെടുത്താൻ, അല്ലേ? അതുപോലെ കണക്കുകളും കാര്യങ്ങളും കൃത്യമായി സൂക്ഷിക്കാൻ, നമ്മുടെ ഡിജിറ്റൽ കാർഡുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിലെല്ലാം അവർക്ക് അറിയാം. എന്നാൽ പോലും അതിൻ്റെ ഒരു ട്രെയിനിങ്, അത് കൂടാതെ ബിഹേവിയർ ട്രെയിനിങ്ങാണ് കൊടുക്കാൻ പോകുന്നത്. അതും ഇതിൻ്റെ ഭാഗമായ 1000 പേർക്ക് കൊടുക്കും. അതിൽ നിന്ന് മാസ്റ്റർ ട്രെയിനേഴ്സിനെ വെച്ചുകൊണ്ട് ഈ ട്രെയിനിങ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. തുടർച്ചയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. മുഴുവൻ ജീവനക്കാരെയും നമ്മൾ ട്രെയിൻ ചെയ്യും. മിനിസ്റ്റീരിയൽ സ്റ്റാഫിനെയും നമ്മൾ ട്രെയിൻ ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ആ മുഴുവൻ മിനിസ്റ്റീരിയൽ സ്റ്റാഫും എടപ്പാളിൽ പോയി. ഞാൻ തിരുവനന്തപുരം ശ്രീധര എഞ്ചിനീയറിംഗ് കോളേജിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിനേക്കാൾ രസം ഒരു സ്ഥലത്തൊരു 3 ദിവസം ചെന്ന് താമസിച്ച് നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല സന്തോഷമായിട്ട് താമസിച്ച് ഒരു വീട്ടിൽ നിന്നൊക്കെ വിട്ട് മറ്റെന്തറിയാം പിള്ളേരെ വൈകിട്ട് ആ ഉച്ചയ്ക്ക് സ്കൂളിൽ വിടണമെന്നൊക്കെ കഴിഞ്ഞാൽ ഓടിക്കളയും ഇടയിൽ കൂടെ. മറ്റേ ഓടാൻ പറ്റില്ല, അവിടെ കുന്നുംപുറത്താണ്, ഇറങ്ങി പോകാൻ പറ്റില്ല, അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കൂട്ടുകാരും ഒക്കെ ആയിട്ട് സഹപ്രവർത്തകരുമായിട്ടൊക്കെ സന്തോഷമായിട്ട് അവിടെ ഇരുന്ന്, പിന്നെ പുരുഷന്മാർ പോയിട്ട് കാര്യമില്ല, മറ്റേ ഇത് നടക്കത്തില്ല, പിള്ളേടി അവിടെ അനുവദിക്കത്തില്ല. അങ്ങനെയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ കുറച്ച് ദിവസം ബോർഡിങ്ങിൽ നിന്നൊരു 3 ദിവസം പഠിക്കട്ടെ എന്ന് വിചാരിച്ചു. അത് വിജയകരമായി നടക്കുന്നു. അതിൻ്റെ റിസൾട്ട് വളരെ നല്ലതാണ്. നമ്മുടെ ഓഫീസുകളെല്ലാം വളരെ വേഗത്തിലാക്കും. ജീവനക്കാരെ സർവീസും ബുക്കുകളും കാര്യങ്ങളും ഫയലുകളും എല്ലാം വളരെ വേഗത്തിലാണ്. ജീവനക്കാരെ പേരിൽ അനാവശ്യമായ ഒരു നടപടിയും എടുക്കുകയില്ല എന്നൊരു തീരുമാനമുണ്ട് എനിക്ക്. എന്നാൽ കുറ്റകൃത്യം കാണിച്ചാൽ നല്ല നടപടി എടുക്കുകയും ചെയ്യും. ഞാൻ ഒരു കടുത്ത സ്വഭാവക്കാരനല്ല എങ്കിലും നമ്മൾ അച്ചടക്കം എന്ന് പറയുന്നത് വലിയ വിജയമാണ്. അത് KSRTC ജീവനക്കാർ എടുത്ത് അഭിമാനത്തോടെ ഏറ്റെടുത്ത അച്ചടക്കത്തോടെയുള്ള ഒരു പ്രവർത്തനം ഇതിനെ വിജയത്തിലേക്ക് നയിക്കും. ഇതിനെ ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തന ലാഭത്തിൽ പോകുന്ന ഏക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ KSRTC ആണ് എന്ന അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും. പ്രവർത്തന ലാഭമാണ്, വെറും അത് ഒരുപാട് കടങ്ങളുണ്ട്. ഈ പറയുന്നതിനൊക്കെ 10,17,000 കോടിയുടെ കടമില്ലെന്ന് വെച്ചാൽ ഉണ്ട്. അത് ഒരു ദിവസം കൊണ്ട് വെടിപ്പാക്കാൻ ദൈവം തമ്പുരാൻ വിചാരിച്ചാലും നടക്കത്തില്ല. പക്ഷേ ഘട്ടം ഘട്ടമായി നമ്മുടെ നഷ്ടം കുറച്ചുകൊണ്ടുവരാനും, നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാനും, ജീവനക്കാർക്ക് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാനും, അവരുടെ പഴയകാല കുടിശ്ശികകൾ ഒരുപാട് കൊടുക്കാനുണ്ട്. ഒരുപാട് കുടിശ്ശികകളുണ്ട്. അതെല്ലാം കടത്തിൻ്റെ ഭാഗമാണ്. ബാങ്കിൽ നിന്നെടുത്ത ലോൺ എന്നല്ല അതിൻ്റെ അർത്ഥം, കടത്തിൻ്റെ ഭാഗമാണ്. അതൊക്കെ നികത്തിക്കൊണ്ട് വരണമെങ്കിൽ വളരെ അച്ചടക്കത്തോടെയുള്ള ഒരു 2-3 വർഷത്തെയെങ്കിലും പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന കുടിശ്ശികളും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. KSRTCക്ക് ഇന്ത്യയിൽ ഒരു ബാങ്കും 1 രൂപ പോലും കടം കൊടുക്കാത്തൊരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ ഈ നിലയിലെത്തി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. 2 വർഷം മുമ്പ് ഞാൻ മന്ത്രിയായി വരുമ്പോൾ കേരളത്തെ ഇന്ത്യയിലെ ഒരു D കാറ്റഗറി, റിസർവ് ബാങ്ക് D കാറ്റഗറിയിൽ പെടുത്തി 1 രൂപ ബ്ലേഡ് കമ്പനിക്കാരൻ പോലും നമുക്ക് പലിശയ്ക്ക് കടം തരാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു KSRTCക്ക് എന്ന് മനസ്സിലാക്കുക. അത് മാറി നമ്മൾ ഈ നിലയിലേക്ക് ഉയരുന്നു. ഇന്ന് നമ്മുടെ അടുത്ത് പലരും വരിക ബാങ്കുകളൊക്കെ പൈസ തരാന്ന് പൈസ തന്നാൽ പലിശ കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞുകൂടെയാണ്. ആവശ്യമില്ലാത്ത ഒരു കടവും വാങ്ങില്ല. പലിശ കൊടുക്കാനൊന്നും നമ്മുടെ ഈ പൈസയില്ല. നമ്മൾ ശമ്പളത്തിന് വേണ്ടി മാത്രം ഇതിങ്ങനെ റോൾ ചെയ്യുന്നു എന്നുള്ളത് ഒഴിച്ചാൽ അതിനും ചില പരിഹാരങ്ങൾ കണ്ടിട്ടുണ്ട്. പലിശ കുറച്ച് മാക്സിമം. അതാണ് നമ്മൾ 2 നേരം നമ്മൾ പണം ബാങ്കിൽ അടയ്ക്കുന്നത്. എന്തിനാണെന്നറിയാം? രാത്രിയാകുമ്പോൾ പലിശ കണക്ക് കൂട്ടും, അതൊന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ വൈകിട്ടും കൊണ്ടുവന്ന് പൈസ അടയ്ക്കുന്നത്, ബാങ്ക് അടയ്ക്കുന്നത് നമ്മൾ പൈസ കൊണ്ട് അടയ്ക്കും, ഉള്ളതെല്ലാം കൂടി അത്രയും പലിശ കുറഞ്ഞിരിക്കട്ടെ എന്ന് വിചാരിച്ചിരുന്നു. അത്ര സൂക്ഷ്മമായ മാനേജ്മെൻറ്റിലാണ് KSRTC മെച്ചപ്പെട്ടത്. എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഇനി മറ്റൊരു പരിപാടി കൂടി ഇനി പങ്കെടുക്കണം. എന്നാലും നിങ്ങളുടെ കൂടെ എന്തെങ്കിലും ഒന്ന് ഭക്ഷണം കഴിച്ചിട്ടേ ഞാൻ പോകും എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഒരു ജിസ്സിൻ്റെ നേതൃത്വത്തിൽ KSRTC ചേർന്നുകൊണ്ട് ഇവിടെ സംഘടിപ്പിച്ച ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം, ഇനി തുടർന്നുള്ള ദിവസം നടന്ന ട്രെയിനിങ് പ്രോഗ്രാമിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.